ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഇന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു സൈഡ് ഡിഷാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. മുട്ട കൊണ്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് ഓഫീസിലൊക്കെ ചോറ് വെട്ടി കൊണ്ടുപോകാൻ വളരെ നല്ലതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 2 കോഴിമുട്ട ഒരു ബൗളിൽ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ ജീരകപ്പൊടിയും ചേർക്കാം. മുട്ടയ്ക്ക് വേണ്ട ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇതിൽ ഞാൻ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ ജീരകപ്പൊടിയും ചേർക്കാം കേട്ടോ. ഇപ്പോൾ ബീറ്റ് ചെയ്ത മുട്ട നമുക്ക് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കാത്തവർ നിങ്ങൾ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് അത് ചേർക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ചേർത്തൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. മുട്ട കുക്കാകുന്നതിന് മുമ്പേ തന്നെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ നമുക്കൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. തീരെ പൊടിയായിട്ട് വേണമെന്നുള്ളവർക്ക് അതുപോലെ നന്നായിട്ട് കുത്തിപ്പൊടിച്ചെടുക്കാം. മുട്ട കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി സ്ക്രാമ്പിൾ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു പാൻ ചൂടാക്കി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. വെളിച്ചെണ്ണ ചേർക്കാത്തവർ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വേറെ ഏത് കുക്കിംഗ് ഓയിലാണോ ഉപയോഗിക്കുന്നത് അത് ചേർക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കഴിയുമ്പോൾ 2-3 വറ്റൽമുളക് ചേർത്ത് ചൂടാക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ 2 ടീസ്പൂൺ പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പൊടിയായി അരിഞ്ഞ ഇഞ്ചിയും കൂടി ചേർക്കാം. ഇഞ്ചി വളരെ കുറച്ച് ചേർത്താൽ മതി, അല്ലെങ്കിൽ ഇഞ്ചി കൂടുതലായിട്ട് കടിക്കുന്നത് അത്ര നല്ലതല്ല. ഇഞ്ചിയുടെ ടേസ്റ്റ് മാത്രം വന്നാൽ മതി. വെളുത്തുള്ളി കൂടുതൽ ചേർക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വട്ടത്തിലരിഞ്ഞ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ എരിവിന് വേണ്ടി കുരുമുളകാണ് നമ്മളിതിൽ കൂടുതൽ ചേർക്കുന്നത്. അതുകൊണ്ട് പച്ചമുളക് കുറച്ച് ചേർത്താൽ മതി. ഇനി ചെറുതായി അരിഞ്ഞ 2 മീഡിയം വലിപ്പത്തിലുള്ള സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ മീഡിയം ഹീറ്റിൽ വഴറ്റി കൊടുക്കാം. സവാളയുടെ ഈ പിങ്ക് നിറമൊക്കെ മാറി വൈറ്റ് നിറമാകുന്നത് വരെ ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്യാം. ഇപ്പോൾ സവാളയൊക്കെ ഏകദേശം നല്ലതുപോലെ വാടിയിട്ടുണ്ട്. അപ്പോഴാണ് ഈ വൈറ്റ് നിറം വരുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ജീരകപ്പൊടിയും കുരുമുളക് പൊടിയും നല്ലതുപോലെ ചൂടാകണം. അതുവരെ വഴറ്റി കൊടുത്ത് ഫ്രൈ ചെയ്യാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് തക്കാളിയാണ്. ഒരു മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി ചെറുതായി കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഈ മസാലയ്ക്ക് വേണ്ട ഉപ്പ് മാത്രം ചേർത്താൽ മതി. മുട്ടയ്ക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്, അതുകൊണ്ട് കൂടുതൽ ഉപ്പ് ചേർക്കാതെ നോക്കണം. നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. തക്കാളിയൊക്കെ നല്ലതുപോലെ സോഫ്റ്റായി കഴിയുമ്പോൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി മസാലയുമായി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ടയുടെ കഷ്ണങ്ങൾ ഒത്തിരി വലിയതുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഒന്ന് സ്പൂൺ കൊണ്ട് കുത്തി പൊടിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഈ മസാല തയ്യാറാക്കിയതിന് ശേഷം മുട്ട പൊട്ടിച്ചതിൻ്റെ നടുവിലേക്ക് ഇട്ടിട്ട് ചിക്കി സ്ക്രാമ്പിൾ ചെയ്തും എടുക്കാം. ഇതുപോലെ തയ്യാറാക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ മുട്ടയുടെ കഷ്ണങ്ങളൊക്കെ നമുക്ക് കടിക്കാൻ കിട്ടും. ഇനി ഇതൊന്ന് മൂടി വെച്ച് 3 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലൊന്ന് ചൂടാക്കാം. ഈ സമയത്ത് നമുക്ക് അവസാനമായി ചേർക്കാനുള്ള മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 3 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഇപ്പം ഞാൻ ആ തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
തേങ്ങയ്ക്ക് വേണ്ട അല്പം ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റായ കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 2 മുട്ടയ്ക്ക് നമ്മൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തത്. ഇനി ഇത് ഒട്ടും വെള്ളം ചേർക്കാതെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. മുട്ടയും മസാലയും കൂടി ചൂടാക്കാൻ വെച്ചിട്ട് ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മുട്ടയൊക്കെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ഡിഷ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള വേപ്പില കുറച്ച് ചേർത്ത് കൊടുക്കാം. അവസാനമായി കുറച്ച് വേപ്പില ചേർക്കുമ്പോൾ നല്ല മണവും രുചിയുമാണ്. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർക്കാതെ ഒതുക്കിയെടുത്ത തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്ത് 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ചൂടാക്കാം. തേങ്ങയുമായി മസാല നല്ലതുപോലെ മിക്സ് ആവുകയും വേണം. തേങ്ങയൊക്കെ നല്ലതുപോലെ ഒന്ന് ചൂടാവുകയും വേണം. 2 മിനിറ്റ് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ചൂടാക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിയിലയാണ് ഞാനിപ്പോൾ ചേർത്തത്. ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചൂടാക്കാം. ഇപ്പോൾ നമ്മുടെ മുട്ട കൊണ്ടുള്ള ഈ സൈഡ് ഡിഷ് റെഡി ആയിട്ടുണ്ട്. മുട്ട കുരുമുളക് ചിക്കി ഫ്രൈ എന്നോ അല്ലെങ്കിൽ എഗ് പെപ്പർ ഫ്രൈ എന്നോ എന്ത് വേണമെങ്കിലും എന്നെ വിളിക്കാം. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ലൊരു സൈഡ് ഡിഷാണ്. ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ വളരെ നല്ലതാണ്. നമുക്കൊരു സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. നല്ല മണവും രുചിയുമുള്ള ഒരു സൈഡ് ഡിഷാണിത്. എഗ്ഗ് കൊണ്ട് വളരെ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. രാവിലെ ചോറ് വെട്ടിക്കൊണ്ടു പോകാനും വളരെ നല്ലതാണ്. ഓഫീസിലും കുട്ടികൾക്കൊക്കെ സ്കൂളിലും ലഞ്ച് ബോക്സിൽ ചോറിനൊപ്പം കൊണ്ടുപോകാം. ചപ്പാത്തിക്കൊപ്പം കഴിക്കാനും നല്ലതാണ്. ഇത് തലേന്ന് പ്രിപ്പയർ ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ പിറ്റേന്ന് രാവിലെ ഒന്ന് ചൂടാക്കി എടുത്താൽ ലഞ്ച് ബോക്സിലൊക്കെ വെച്ചുകൊണ്ട് പോകാൻ എളുപ്പമാകും. ഇതുപോലെ കൂടുതൽ തയ്യാറാക്കി വെച്ചാൽ 2-3 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാട്ടോ. ഇത് ടേസ്റ്റ് ചെയ്താൽ പെപ്പറിൻ്റെ മണമാണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. കുറച്ച് സ്പൈസി ആയിട്ടുള്ളതാണ് കേട്ടോ. കുറച്ച് എരിവൊക്കെ കൂടുതലാണ്. എരിവ് കുറവ് വേണ്ടവർ എരിവുള്ള ഐറ്റംസൊക്കെ കുറച്ച് ചേർത്താൽ മതിയാകും. ജീരകപ്പൊടിയുടെയൊക്കെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചെറിയ ജീരകം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ ജീരകം ചേർക്കാം. ജീരകം ഒന്നും ഇഷ്ടമല്ലാത്തവർക്കാണെങ്കിൽ ജീരകം ചേർക്കാതെയും ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്